അപ്പോൾ ഈ റോഡിൻ്റെ തന്നെ 2 സൈഡായിട്ടാണ് പറഞ്ഞത്. ഇടത് സൈഡ് വലത് സൈഡായിട്ട് തന്നെ അവർ നഴ്സറി ചെയ്തുണ്ട്. ഇത് അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡ് അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഇതുണ്ട്, ചെടികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ സൈഡും ഉണ്ട്. അപ്പോൾ ഈ സൈഡും ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ചെടികളൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ നമ്പറിൽ തന്നെ വിളിക്കാം. കേരള സർക്കാർ അംഗീകൃതം കരുനാഗപ്പള്ളി കാർഷിക ഉപകരണങ്ങൾ അടൂർ 9074088609 9961589572 അടൂരാണ് വരുന്നത്. മണ്ണശ്ശേരിയിൽ അഗ്രികൾച്ചർ ഫാം നഴ്സറി. വന്നേക്കില്ലേ? ടൂറിന് വന്നേക്കില്ലേ? ദിവ്യ ബാബാ അതോ വീണല്ലോ. ഇത് ഇതിൻ്റെ പേര് ഏതാണോ? മണ്ണശ്ശേരിയിൽ അഗ്രികൾച്ചർ ഫാം ആൻഡ് നഴ്സറി. 2 അപ്പുറപ്പുറത്തിന്. ചന്ദനത്തൈ ഉണ്ടോ? ചന്ദനത്തൈ എവിടെയാ? അപ്പുറത്താണോ? എന്നാ വില? 100. 2 ഒന്നല്ലേ? ഏതാ? ഇത് നല്ല രസമാണ് കേട്ടോ. വീടുകളിൽ നിറയെ ഇടത്തൊക്കെ ഇരിക്കുന്നുണ്ട്. എറണാകുളത്തുള്ള വീട്ടിൽ ഈറ്റ ചെറിയ തൈ ഉണ്ടോ? ഇല്ല, ഇതിന് ചെറുതില്ല അല്ലേ? നടന്ന് നോക്കാം. നോക്കട്ടെ ഞാൻ അന്ന് എത്ര നാളുകൊണ്ട് പറഞ്ഞു ഇവിടെ വരണം കാണണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കും. നീലാമ്പലില്ലേ? നീലാമ്പലൊക്കെ ഉണ്ടല്ലോ. ചെമ്പരത്തിയൊക്കെ എത്രയാണ്? വെള്ളയിൽ വലിയ വെള്ള ചെമ്പരത്തി പൂവിൻ്റെ ഉണ്ടോ? ഓ ഇതാണുള്ളത് അല്ലേ? അത് 2 കളറാണല്ലോ. അതെത്രയാണ് വരുന്നത്? ആ ചെമ്പരത്തി 120 അല്ലേ? 1, 2, 3 കളർ വരും അല്ലേ അതിൽ? ഇതെല്ലാം ഒരേ കളറാണോ? പല കളറുണ്ട്. പൂവൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചറിയാമല്ലേ? ദിവ്യ ഈ ചെമ്പരത്തി ഉണ്ടോ? 120 രൂപ. നമുക്ക് നോക്കാം, വന്നിട്ട് ലാസ്റ്റ് നോക്കി എടുക്കാം. അപ്പുറത്തൊക്കെ ഉണ്ടല്ലോ ചെമ്പരത്തി. ഉണ്ട്. ഞാൻ ഇവിടെ കണ്ടു. ഇത് 80 രൂപ അല്ലേ? ഇത് വേറെ ഒരു ടൈപ്പാണല്ലേ? റെയർ ഉണ്ടല്ലോ ഇതിൽ. എന്നാൽ ഞാൻ ചോദിച്ച സാധനം ഇവിടെ ഉണ്ട്. ഇതായിരിക്കും സാധനം. എന്താ തനി വെള്ളയുണ്ട? അത് തന്നെ ഇതല്ലേ? ഇത് എത്ര? 80 അല്ലേ? ശരി, നമ്മൾ നോക്കിയിട്ട് ഞാൻ എടുക്കാം. ഞാൻ ഇതിനു വേണ്ടി അങ്ങോട്ട് പോകുമ്പോൾ എപ്പോഴും നോക്കും ഇറങ്ങണമെന്ന്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇതിനു വേണ്ടി ഞാൻ ഇവിടെ നിർത്തിയത് തന്നെ. അതല്ല കോന്നിയില്ല. ഇത് എത്ര വർഷമാണ്? 4-5 വർഷം. അപ്പുറത്താണെന്ന് പറഞ്ഞു. ഫുള്ള് ചെമ്പരത്തിയാണ്.
ഓർക്കിഡൊക്കെ താമര ഓർക്കിഡ് 299 അത് 350 കേട്ടോ. ഇതെല്ലാം ഏതാ? ആദ്യം 200. പിന്നെ പല രീതിയിലുള്ള കളറുണ്ട്. അപ്പോൾ എനിക്കിതിലുള്ള ആ വെള്ളയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് അടൂർ ജംഗ്ഷനാണ്. അടൂർ ജംഗ്ഷനിൽ നിന്ന് ശകലം ഉള്ളിലോട്ട് പോകുമ്പോൾ റോഡ് സൈഡിൽ തന്നെ വരുന്ന വലിയൊരു ഇതാണ്. ഫുള്ള് മാങ്ങ, മാവ് എല്ലാം ഉണ്ട്, പ്ലാവ്. പേരയ്ക്ക, പ്ലാവുണ്ട്, മാവുണ്ട്. ആ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളെ പ്ലാവൊക്കെ എന്താ വിലയാ? 250, 300. ഞാൻ ഫ്രീ ആയിട്ട് പ്ലാവ് വേണമെന്നാ ചക്ക ഉണ്ടാകുന്നത് അവിടെ. ആ ചെറിയ ചക്ക അല്ലേ? അത് വലുതാവുന്നതല്ല, അത് നായിച്ചക്കെന്ന് പറയും. അല്ലല്ലോ ഇവിടെയൊക്കെ ഉള്ള എല്ലാം ഒന്ന് കണ്ട ചെറുത് പപ്പ, എല്ലാ ചെറുതിലെല്ലാം ഒന്ന് കാച്ചിട്ടുണ്ട്. അതേ വാ നോക്കാം. അത് നോക്കിയിട്ട് ആഹാ ഏതിൻ്റെ നോക്കട്ടെ. ഇത് മറ്റേ ബമ്പിളി മാസമല്ലേ? ഇതെങ്ങനെയാണ്? മഞ്ഞയാണ്, ഒന്നും ചെയ്യരുതേ. അതന്നെ ഇതിൻ്റെ അകത്തുള്ള ഏതാണ്? ഇത് ഓറഞ്ച് കളറാണ് അത് വെള്ളയാണോ? ചുവപ്പാണ്. അല്ല സപ്പോർട്ടൊക്കെ നിൽക്കുന്നുണ്ടല്ലേ. ഇത് വലിയൊരു നഴ്സറിയാണ് അടൂരിലുള്ള. അപ്പോൾ ഇവിടെ ഈ സൈഡിലൊക്കെ തെങ്ങിൻ്റെ ഇതാണ്. പിന്നെ അങ്ങോട്ട് നാരങ്ങയുണ്ട്. അല്ല ഇതൊക്കെ ഉണ്ടല്ലേ, നമ്മളൊന്ന് നിറയെടുത്ത് പോകുമ്പോൾ ഇതൊക്കെ വന്ന് പുറത്തിട്ട് വിൽക്കുന്നതാണ്. ആ സൈഡിലൊക്കെ നാരങ്ങയുടെയാണ്. ഈ സൈഡിലുണ്ട് നെല്ലിക്ക, ശരിക്കുണ്ട്. നമുക്ക് പിന്നെ പേരൊന്നും അതൊക്കെ നോക്കി വരുമ്പോൾ അറിയാം. കണ്ടില്ലേ, ഇത് ഓറഞ്ചാണെന്ന് തോന്നുന്നു. ഇത് കണ്ടില്ലേ ഫുള്ളായിട്ട് ഇത് ഓറഞ്ചാണ്. ആ നാരങ്ങ ഇത് കയ്യിൽ വെച്ചേക്കണേ. നല്ല നാരങ്ങ ഇതിൻ്റെ അകത്തുണ്ട. ആ നീ ഇത് ഓറഞ്ചാണ്, നാരങ്ങയല്ല, ഓറഞ്ചാണ്, ചെറിയ ഓറഞ്ചാണ്. ഇതെല്ലാം ഓറഞ്ചാണ്. നീ എടുക്കുക, നിനക്ക് ഓറഞ്ചാണോ? അല്ല അല്ല വേണ്ട. ഇത് പക്ഷേ ചെയ്തുകൂടാ. എല്ലാ കൂടെ തന്നെ ഞാൻ എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. ഡെമോൺസ്ട്രേഷൻ, ഡെമോ കാണിക്കുന്നതാണ്. ഉണ്ടോ ഇതിൽ തന്നെ എത്ര ഇതൊന്നും ഉണ്ട് നോക്കി. മനസ്സിലായോ? അപ്പോൾ ഇവിടെ റോഡിൻ്റെ 2 സൈഡിലായിട്ടാണ്, ഇടത് സൈഡും വലത് സൈഡായിട്ടാണ് വലിയൊരു നഴ്സറിയാണ്. അപ്പം അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് കാണാം. ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ നഴ്സറി ഇതാണ്. ഒത്തിരി കണ്ടതിൽ. ദിവ്യ
ഇവിടെ അങ്ങനെ ഓർക്കിഡ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ആന്തൂറിയം 390, 350 ഉണ്ടല്ലേ. ഓർക്കിഡിന് തന്നെയാണ്. എല്ലാത്തിനും നല്ല റേറ്റൊക്കെയാണ്, പക്ഷേ നല്ല പൂവൊക്കെയാണ്. ഉണ്ടോ, ശരിക്കും പൂവൊക്കെ ഉണ്ട്. ഒത്തിരി പൂവ്, ശരിക്കും പൂവൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ 390 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ആന്തൂറിയം, ഇത് ആന്തൂറിയം. ആന്തൂറിയത്തിൻ്റെ തന്നെ ഉണ്ട്, പല കളറിലുണ്ട്. ഇതുണ്ട്, ഉണ്ട് വൈറ്റ്, പിങ്ക്. 390 രൂപയാണ് ഇതിന്. ചിലതൊക്കെ 450 ആ റേഞ്ചിലുണ്ട്. അതിൻ്റെ റേറ്റെല്ലാം ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ 120 രൂപയാണ്. നമ്മുടെ മണി പ്ലാന്റ്. ഇപ്പോഴാണ് പറഞ്ഞത് ഇവിടുത്തെ വേറെ ഏതുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അങ്ങനെ ഇവിടുന്ന് ലൊക്കേഷൻ മാറി നമ്മൾ വേറെ ഇതിലോട്ട് പോയി. ഇതൊക്കെ ഉണ്ട്, ഒരു റയർ ഇവിടെ സൂപ്പർ അല്ലേ. അതെ, കള്ളിമുള്ളുണ്ട്. ഇതുണ്ട്, ഈ സ്റ്റാറിനാണ്. ഇതുണ്ട്, സ്റ്റാറിനാണ്. എന്തോ ഇത് ഫുള്ളൊരു കള്ളിമുള്ളിൻ്റെ ഒരു ടൈപ്പാണ് ഈ സൈഡിലുള്ളത്. എല്ലാം കള്ളിമുള്ളിൻ്റെയാണ്. ഉണ്ടല്ലേ. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടോ? ഫുള്ള ചുറ്റി കാണണം കേട്ടോ. നീ കാറ്റസ് കണ്ടില്ലേ? അത് എല്ലാം കണ്ടേ? എല്ലാവരും കണ്ടേ? കാണിച്ചു കൊടുത്ത്. എന്താ പറയാ? അതാണോ? നോക്കട്ടെ, ഇതൊക്കെ നോക്കട്ടെ ആദ്യം. എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഹാപ്പിയാണല്ലേ? കരിക്കട്ടയും പിന്നെ ചിരട്ടയൊക്കെ. ചിരട്ട കൊണ്ട് അങ്ങനെ വീട്ടിൽ നിൽക്കുന്നതിന് അങ്ങനെ നിൽക്കും. മഞ്ഞ കളറും ഇഷ്ടംപോലെ ഉണ്ട്. നല്ല കളക്ഷൻസ് ഉണ്ട്. ഏതാ അത്? അതിൻ്റെ അകത്ത് എന്താ? ഓ, കാറ്റസ്. ഉണ്ട കാറ്റസ് അല്ലേ? ഇതെല്ലാം മുള്ളുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ പപ്പ ചെമ്പരത്തിയൊക്കെ കണ്ടു വെച്ചേക്കില്ലേ? ബാബാ ആ
നമ്മൾ ഇവിടുത്തെ കറങ്ങി വന്നല്ലോ. നമുക്ക് പോവാം, വീട്ടിൽ പോവാം. അപ്പോൾ ഇവിടെ വന്ന് ഒത്തിരി ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ ഓറഞ്ച് ചെറിയ നാരങ്ങ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഇത് വേറൊരിതാണ്. ഇതിൻ്റെ പേരെന്താണ് അരി? അത്തിപ്പഴം. അത്തി എന്ന് പറയുമ്പോ മത്തിയല്ലേ? അത്തിപ്പഴം എവിടെയാണ്? എന്തോ അത്തി എന്ന് പറയുമ്പോ മത്തിയാണ്. മത്തിയല്ല, അത്തി. അത്തി മത്തി. ഇത് ഇതിൻ്റെതാണോ? അല്ലല്ലേ, ഇതിൻ്റെ ചെറുത് കിട്ടാൻ വഴിയില്ല. ആ അതിലൊന്നും ചെയ്യരുത്, തുടരുത്, അതൊന്നും ഇല്ലാതെ. ഇല്ല, ഞാൻ 2 ചെമ്പരത്തി കണ്ടിട്ടുണ്ട്. അതെടുക്കാം. വാ. പ്ലാവ് വേണ്ടോ? അപ്പം കാക്കോട് കൊണ്ടുവരുന്നത് പപ്പ. കിലോന്ന് ചെമ്പരത്തി. അപ്പോൾ അതുണ്ട്. പിന്നെ അതുകൊണ്ട് അവിടെ വെള്ളയുണ്ട്. വാ കാണിച്ചു. അത് ഒന്ന് വാങ്ങിയതിനെ കട്ടി അത് ഒന്ന് എത്ര 10, 200, 250 രൂപ. ഇതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര 80 രൂപയുള്ളൂ. ഇതുണ്ടോ? ആ, നല്ല വലുത്. 80 രൂപയാണ്. ഇതൊന്നും എടുക്കണോ? ഏറ്റവും വലുത്, ഏറ്റവും ചെറുത്. ഇതെങ്ങനെയാണ്? കൊള്ളാമല്ലേ? എന്താ കൊള്ളാം? ഇതോ? കുത്താതെ അതിൽ കുത്ത. ഈ കളർ പപ്പ പറഞ്ഞല്ലോ. അപ്പുറത്തെ പപ്പ ഇതാണോ പറഞ്ഞതല്ലേ? കഴിഞ്ഞ് ഈ വെള്ളേര അതെടുക്കാറുള്ളത്. അതിനെ 80 രൂപയല്ലേ? വേറെ ഒരു കളർ കൂടെ എടുക്കാം. ആ കളർ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എടുക്കും. അല്ല, അത് വേറെയാണ്. അത് തന്നെ എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ 80 രൂപയ്ക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം. ഇത് ആ പൂത്തിരിക്കുന്നില്ലേ? അത് 120 ചട്ടിയിൽ. അത് ഇതിലുള്ള ഇല്ല. അവരിലെ അത് പോവില്ല. ചിലപ്പോൾ അതായിരിക്കാം. ഇല്ലല്ല, അത് മഞ്ഞ. ഇത് ഫുള്ള് ചെമ്പരത്തിയുടെ ഇതാണ്. അങ്ങനെ അപ്പുറത്ത് നോക്കാം. അപ്പുറത്ത് പോ. അപ്പാ എല്ലാം ഇത് തന്നെ. മണ്ണശ്ശേരിയിൽ അഗ്രികൾച്ചർ ഫാം നഴ്സറി.
ആ അപ്പം അപ്പുറത്തെ സൈഡ് പോയി ചന്ദനത്തിൻ്റെ തൈയൊക്കെ ഒന്ന് ചോദിച്ചപ്പോൾ റേറ്റ് കൂടുതലാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് വന്നത്. പിന്നെ നമ്മൾ നോക്കിയത് പ്ലാവും ഇതൊക്കെ ആയിരുന്നു. പിന്നെ ഉള്ളത് പിന്നെ എനിക്ക് ചെമ്പരത്തി ഒത്തിരി കളക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ചെമ്പരത്തിയിൽ ആ ഒരു കളക്ഷൻ തന്നെ മേടിച്ചു. അത് കഴിഞ്ഞ് നമുക്കിനി അടുത്ത് നോക്കാം. ഇവിടെ തന്നെ ഒത്തിരി കളക്ഷൻസ്, ചെടികളുടെ തന്നെ എല്ലാ കളക്ഷൻസും ഉണ്ട്. ഞാനിപ്പോൾ ഇത്രയും നാളിൽ കണ്ടതിൽ ഏറ്റവും വലിയ ശേഖരം ഇവിടെയാണ്. വലിയൊരു നഴ്സറിയാണിത്. കണ്ടോ ജമന്തി തന്നെ വലിയ തൈയുണ്ട്. കണ്ടോ വലിയ പൂവാണ്. ആ കണ്ടോ വലിയ പൂ. ചെമ്പരത്തി മാത്രമേ മേടിച്ചുള്ളൂ. വേറെ അപ്പോൾ ഓരോരോ പ്രാവശ്യം വരുമ്പോൾ മേടിക്കാം. ഇതാ കൊണ്ടുപോകുന്നുണ്ട്. ദിവ്യയുണ്ട്, ദീപ്തി ചേച്ചിയുണ്ട്, ഒരു 2 കുട്ടികളുണ്ട്. നമ്മളെല്ലാവരും കൂടെ നേരെ തിരിച്ചു പോവാണ്. എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പെട്ടെന്ന് കയറി. എങ്ങനെയുണ്ട് ദർശു? അപ്പോൾ നമ്മളൊന്ന് അവിടുത്തെ നഴ്സറിയെല്ലാം കണ്ടിട്ട് നേരെ വന്ന സമയത്ത് എല്ലാവരും കൂടെ ചേർന്ന് ഐസ്ക്രീമും ചോക്കോബാറും ലസ്സിയും ലസ്സി എല്ലാവരും കുടിക്കുകയാണ്. എല്ലാവരും കൂടെ ചേർന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു അടിപൊളി ബദാം മിൽക്ക് മേടിച്ചിട്ടുണ്ട്. അയ്യോ എനിക്കും തരണില്ലേ? ടേസ്റ്റ് ചെയ്ത് നോക്കാം. അയ്യോ എനിക്കും തരാം. അപ്പോൾ നോക്കണപ്പോൾ അവിടുന്ന് എനിക്കും തരൂ. അതുപോലെ ഇതാണേ ബദാം മിൽക്കാണ്. നീ ആർക്കും കോൾ ചെയ്ത് നോക്കാം. ദിവ്യ ആർക്കും നീ കോൾ ചെയ്തു. ഇപ്പോൾ ബദാം മിൽക്ക് ഞാൻ തന്നെ കുടിച്ചു നോക്കാം. ആഹാ ഐസ്ക്രീം പോലെ ഉണ്ട് കേട്ടോ. ഐസ്ക്രീമുണ്ട്. അവർ ഇച്ചിരി തരാണ്. ഇവിടെ ഇരിക്കും. അമ്മേരെ കൊടുക്കാം. അമ്മ തരും. കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്തു. അതല്ല സാരി ഒന്ന് ബാക്കിലത്തെ ഡോറിൽ അങ്ങനെ കുടുങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞതിന് മുമ്പ് വേറൊരു ഫാമിലി വന്നപ്പോൾ അവരെ വണ്ടിയിൽ നിന്ന് സാരിയൊക്കെ കുടുങ്ങിയാണെന്ന് പറഞ്ഞു. ശരി, വേറെ എന്തെങ്കിലും വേണോ? അതിൽ ഒരു പേടയും വരുന്നേ. എത്രയായി ടോട്ടല്? ലസ്സി എല്ലാം നമ്മൾ 3 ലസ്സി, 4 മാംഗോ ബാർ, ഒരു പേട, ഒരു 42 ക്യാൻ, 295. നീ ഫുഡ് വാങ്ങിച്ചോ? എത്ര? 295 അല്ലേ? പാൽപ്പൊടി അത് 260. ആ വണ്ടി കൊണ്ടുവരണം. വണ്ടി എടുക്കുന്ന എന്നെ അത് കാണിക്കുന്നില്ല. ശരിക്കും 260 അല്ലേ? 260. അത് 2 kg. ശരിയാ. ഇതെടുത്തോ ലക്ഷ്മിന് ഇഷ്ടപ്പെട്ട കേടാ. ഇത് കുറച്ച് കുടിച്ച് നോക്കിയേ. ബദാം മിൽക്ക്
1 2 വിക്കി അതല്ലേ ഇങ്ങോട്ട് വാ ആ ആ റെഡി 1 2 വാ തുറന്നേ എങ്ങനെയുണ്ട് ഇവിടെ വെച്ച് തുറക്കണം. ആ പോവാം വാ. ടിഷ്യൂ പേപ്പറാ അപ്പോൾ നമ്മളൊന്ന് മിൽമയിൽ കയറി എല്ലാ കുട്ടികൾക്കൊന്ന് ഐസ്ക്രീമും പിന്നെ ഒരു പാൽപ്പൊടിയൊക്കെ മേടിച്ചു, പിന്നെ ഒരു പേട മേടിച്ചു. ഇതൊക്കെ നമ്മളിതാ പോവുകയാണ്. നമ്മളെല്ലാം കൂടെ തിരിക്കുന്നുണ്ട്. ദർശയോടെ ആ ഓക്കെ. ബാക്കി എല്ലാവരും കയറിയാ? എല്ലാവരും കയറിയാ? ഓക്കെ. അവിടെ ഡോറടച്ചു. ഇനി അടുത്തത് ഇവിടെ അടുത്ത ഡോർ അടയ്ക്കട്ടെ. അടയ്ക്കും. ഡോറടച്ചേ. ഓക്കെ. ഇപ്പുറത്തെ സൈഡ് എല്ലാം അടച്ചല്ലേ? ഇനി ഇപ്പുറത്തെ സൈഡ് ഡോർ അടച്ചേ. അവിടെ അടച്ചു. അപ്പൊ നമുക്ക് പോവാം. ശരി. ഇനി അടുത്ത് എന്താണ് കഴിക്കുന്നത് എല്ലാവരും? ഇനി അടുത്ത് എന്താണ് കഴിക്കുന്നത്? മിച്ചറാ? ആ പിന്നെ ദർശയോ ഓക്കെ ആണോ? എനിക്ക് ഇഷ്ടമേ അല്ല. പണ്ട് മീനും എല്ലാവരും കഴിക്കുന്നത്. മീനവന് ഭയങ്കര ഇഷ്ടമാണ്.